കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ 11ാമത് ബിരുദദാന ചടങ്ങ് ഫെബ്രുവരി 19 പനങ്ങാട് കുഫോസ് ക്യാമ്പസിൽ ലോക ഭക്ഷ്യ അവാർഡ് ജേതാവും പ്രശസ്ത പോഷകാഹാര ഗവേഷകയുമായ ഡോക്ടർ ശകുന്തള ഹരക് സിംഗ് തിൽസ്റ്റഡ് മുഖ്യാതിഥിയായെത്തും. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ 11ാമത് ബിരുദദാന ചടങ്ങ് 2026 ഫെബ്രുവരി 19 കുഫോസ് പനങ്ങാട് ക്യാമ്പസിൽ സംഘടിപ്പിക്കും. അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്വബോധം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടിയായാണ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സ്ത്രീധന മയക്കുമരുന്ന് വിരുദ്ധ സത്യവാങ്മൂലം സമർപ്പിച്ചതിനു ശേഷമേ ബിരുദധാരികൾക്ക് ഡിഗ്രികൾ വിതരണം ചെയ്യൂവെന്ന് സർവകലാശാല അറിയിച്ചു. 2-3 പ്രത്യേകതകളുള്ളത്. ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി റാങ്കിങ് നമ്മൾ നാഷണൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് A ഗ്രേഡ് കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ ബിരുദദാന ചടങ്ങാണ്. രണ്ടാമത്തത്, ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികള് ഇവിടുന്ന് ബിരുദം നേടിയിറങ്ങുന്ന കുട്ടികൾ 2 പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ട്. ഒന്ന്, അവര് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഈ ഒരു സാമൂഹ്യ തിന്മയിൽ നിന്ന് മാറി നിൽക്കുമെന്നും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള അവരുടെ പോരാട്ടങ്ങളിൽ തുടരുമെന്നുള്ള 2 പ്രതിജ്ഞകൾ അവര് ഒപ്പിട്ടിട്ട് അത് ഗവർണർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ആണ് അതൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഫിഷറി സെക്ടറിൽ ഏറ്റവും കൂടുതൽ PhD പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപിലെ കുട്ടികൾ കുഫോസിനാണ്. അപ്പൊ അവരവിടെ ഉള്ളതുകൊണ്ട് അവർ തന്നെ ഒരു ഡിമാൻഡ് വെക്കുന്നത് അവിടെ ഒരു സെന്റർ തുടങ്ങണമെന്നും ഈ കോഴ്സ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കലിന്, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണല്ലോ, പ്രാക്ടിക്കലിനും അവരുടെ റിസർച്ച് വർക്കിന് MSc കുട്ടികൾക്ക് ഒരു സെമിസ്റ്റർ റിസർച്ച് വർക്ക് അതിന് ലക്ഷദ്വീപ് ഉപയോഗിക്കണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത, ഒന്നത് ഫെലോഷിപ്പ് ഉള്ള കോഴ്സായിരിക്കും ഈ സാമ്പത്തിക സഹായം കിട്ടുന്നതോടുകൂടി. രണ്ടാമത്, ആ കുട്ടികളുടെ പ്രാക്ടിക്കലിന്റെ ഒരു സെമിസ്റ്ററും അവരുടെ പ്രൊജക്ട് വർക്കിന്റെ ഒരു മേജർ പാർട്ടും ലക്ഷദ്വീപിലായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വലിയൊരു അട്രാക്ഷൻ ഈ ഇതോടുകൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലൈമറ്റ് ആൻഡ് ഡേറ്റാ സയൻസിന്റെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട്. അത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ക്ലൈമറ്റ് റിസർച്ച് സെന്റർ കോട്ടയം അവരുമായിട്ട് ചേർന്നിട്ടാണ്. പിന്നെ നമുക്ക് മൂന്നാമതൊരു കോഴ്സ് ഓഷ്യനോഗ്രാഫിയുടെ കോഴ്സാണ്. ഓഷ്യനോഗ്രാഫി ഇൻകോയ്സ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ സംഘടനയുണ്ട്, അവരുമായിട്ട് ചേർന്നിട്ടാണ്. ഇതിന്റെ ഗുണം, ഇത്തരത്തിലുള്ള ഒരു കൊളാബറേഷനിൽ പുതിയ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്കുള്ള ഇന്റേൺഷിപ്പ് അവിടെ തന്നെ ചെയ്യാം, അവരുടെ റിസർച്ച് വർക്ക് അവിടെ തന്നെ ചെയ്യാം. ഭാവിയിൽ അവരുടെ പ്രോജക്റ്റുകളിലും അവരുടെ റിസർച്ച് വർക്കിലും അബ്സോർബ് ചെയ്യാനുള്ള ജോലി സാധ്യതയും കുറച്ചും കൂടി ഉണ്ടാകുന്നതാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ PhD ബിരുദങ്ങൾ, ഗോൾഡ് മെഡലുകൾ, മികച്ച ഗവേഷണ സംഭാവനകൾ നൽകിയവർക്കുള്ള ബെസ്റ്റ് ഫാക്കൽറ്റി റിസർച്ചർ അവാർഡ്, ബെസ്റ്റ് സ്റ്റുഡന്റ് റിസർച്ചർ അവാർഡ് എന്നിവ വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ A ബിജുകുമാർ വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ ഔപചാരികമായി വിതരണം ചെയ്യും. അക്കാദമിക് പ്രൊസഷൻ രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ K ദിനേശ് നയിക്കും. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ A ബിജുകുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. മത്സ്യബന്ധന, സാംസ്കാരിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രത്യേക പ്രഭാഷണം നടത്തും. വൈസ് ചാൻസലർ സർവകലാശാല റിപ്പോർട്ട് അവതരിപ്പിക്കും. സ്ത്രീധന വിരുദ്ധവും മയക്കുമരുന്ന് വിരുദ്ധവുമായ സത്യവാങ്മൂലം നിർബന്ധമാക്കിയത് സാമൂഹിക ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വളർത്തുന്നതിനും ധാർമ്മിക മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണെന്ന് സർവകലാശാല അറിയിച്ചു. ഡ്രഗ്സ് ഉപയോഗിക്കത്തില്ലെന്നും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കില്ല എന്നും പറഞ്ഞപ്പോൾ അണ്ടർടേക്കിംഗ് മേടിച്ചിട്ട് തന്നെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ അണ്ടർടേക്കിംഗ് ഇവരെല്ലാവരും തന്നു. അതിനുശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, അല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. പുറത്തേക്ക് വിടുന്ന ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് എന്താണോ മീൻ ചെയ്യുന്നത് അതിന്റെ ബെനിഫിഷ്യറീസ് സൊസൈറ്റിയാണ്. ആ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കുഫോസിന്റെ കേസിൽ. അത് മറ്റുള്ള യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫാസ്റ്റാണ് കുഫോസിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ലോക ഭക്ഷ്യ അവാർഡ് ജേതാവും പ്രശസ്ത പോഷകാഹാര ഗവേഷകയുമായ ഡോക്ടർ ശകുന്തള ഹരക് സിംഗ് തിൽസ്റ്റഡ് മുഖ്യാതിഥിയായി എത്തും. 110 അണ്ടർ ഗ്രാജുവേറ്റ്, 304 പോസ്റ്റ് ഗ്രാജുവേറ്റ്, 36 PhD അടക്കം ഈ വർഷം 450 വിദ്യാർത്ഥികൾ ഡിഗ്രി നേടി പുറത്തിറങ്ങും. വിദ്യാഭ്യാസ മികവിന്റെ ഭാഗമായി ഫസ്റ്റ് റാങ്ക് നേടിയ 27 പേർക്ക് ഗോൾഡ് മെഡൽ നൽകും. കൂടാതെ പ്രമുഖ അധ്യാപകരും അഭ്യുദയകാംക്ഷികളും ഏർപ്പെടുത്തിയ 5 എൻറോൾമെന്റ് അവാർഡുകളും ഗവർണർ സമ്മാനിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യത 10 മണി എന്നുള്ളൊരു സമയം വെച്ചുകൊണ്ട് എല്ലാവരും വരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇത്രയും പേരല്ല, കുറച്ചുകൂടി നല്ലൊരു പാർട്ടിസിപ്പേഷൻ നാളെ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം പത്രങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, ഇപ്പോൾ ഗവർണറാണെങ്കിൽ എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹം എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന രീതിയിലുണ്ടാവും. പത്ര അനൗൺസ്മെന്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒട്ടനവധി യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇപ്പോൾ ഒരുപാട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികളും പ്രോജക്റ്റുകളും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കുഫോസിന് തന്നെയായിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ
9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,